ഹലോ എവ്രി വൺ. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കനവിൻ്റെ അടുത്ത് ഇപ്പോഴാണ് വരുന്നത്. അവളും നാട്ടിലായിരുന്നു, ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. വർത്തനൊക്കെ പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴാണ് നാട്ടിൽ നിന്ന് അവൾ കൊണ്ടുവന്ന അച്ചാറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്നാൽ കാര്യമായിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ഇതാ ഞാൻ അച്ചാർ കുപ്പികളൊക്കെ നിരത്തി വെക്കുകയാണ്. ആളിവിടെ ചീരയും ചക്കക്കുരുവും കറി ഉണ്ടാക്കിയത് ഒന്നുകൂടെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണല്ലോ കാണുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയായി. ഞാൻ ആദ്യം തന്നെ മീനച്ചാറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീനച്ചാറ്. അതേപോലെ തന്നെ കണ്ണിമാങ്ങാച്ചാറ്. അച്ചാറെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. നാട്ടിൽ നിന്നാണെങ്കിലും അതെ, ഇവിടെ നിന്ന് എത്തിയിട്ട് നമുക്ക് നാട്ടിലത്തെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയണമെങ്കിൽ അതല്ലേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു ഈ ഉപ്പിലിട്ട മാങ്ങയൊക്കെ. അത് ഞാൻ അവൾക്ക് കൊണ്ട് കൊടുത്തായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു. പിന്നെ ഒരു ഉണക്കൽ മീൻ വറുത്തതും ചീരയും ചക്കക്കുരും തേങ്ങ അരച്ച് കറി വെച്ചതും സ്വർഗം കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് നമ്മൾ റിലയൻസിലൊരു ഷോപ്പിങ്ങിന് പോയിട്ടാ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. നമ്മൾ വൈകിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വന്നെയാണ്. അവളവിടെ അരിയും വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ നാട്ടിലായിരിക്കും എനിക്ക് തീരെ വേണ്ടാതിരുന്നൊരു സാധനമായിരുന്നു ഇത്. കാരണം ചക്കക്കാലമായ ഇത് തന്നെയല്ലേ വീട്ടിൽ. പക്ഷേ ഇവിടെ 33 രൂപ കിലോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വിട പറഞ്ഞു. വീട്ടിലെത്തി സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങി. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുക്കിങ്ങൊക്കെ അവൾ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് മസാലയൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി. അതിന് മുന്നേ നമ്മൾ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിടുന്ന പരിപാടിയാണ്. പിന്നെ ഞാൻ കാണാത്തൊരു കാഴ്ചയാണ്. നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഹോൾസ് ഇടുന്നത് നന്നായിട്ട് ആവി കയറാൻ വേണ്ടിയിട്ട് ദമ്മിടുമ്പോൾ എന്ന് പറയുന്നേക്കാം, റൈസിൽ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ ദം പൊട്ടിച്ചു. നമ്മുടെ ബിരിയാണി ഫൈനലി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോറും അതേപോലെ തന്നെ മസാലയും ഒക്കെ വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി. അതിൻ്റെ മണം തന്നെ ഭയങ്കര ഇതായിരുന്നു. ശരിക്കും നാട്ടിലെത്തിയ ഫീൽ ഉണ്ടായിരുന്നു. ഈ റൈസും അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ ബാസ്മതി റൈസേ കിട്ടുള്ളൂ, നമ്മുടെ നാട്ടിലെ ബിരിയാണി റൈസൊന്നും കിട്ടില്ല. അങ്ങനെ ഇതൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഹസ്ബൻഡ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രണയും അവളുടെ ചിങ്കുവേട്ടനൊക്കെ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ റൈത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ നാട്ടിലെ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ബിരിയാണിയും നമ്മുടെ റൈത്തയും അച്ചാറും ഒക്കെ കൂട്ടിക്കുഴച്ച് നന്നായിട്ട് കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് 2 വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിതാ തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോകാം. കൊച്ചു വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.